വിശദമായി കിടക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമവും അതിന്റെ തുടരാഷ്ട്രീയവുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും കടുത്ത എതിർപ്പ് ഉയർത്തുന്നതിനിടയിലും ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ.എസ്.എസും എസ്.എൻ.ഡി.പിയും പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിന് വലിയ നേട്ടമാണ്. പ്രധാന ഹൈന്ദവ സമുദായ സംഘടനകളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനുള്ള തന്ത്രപരമായ നീക്കമാണ് സർക്കാർ നടത്തുന്നത്. എസ്.എൻ.ഡി.പി സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നല്ലതെങ്കിൽ ഒപ്പമുണ്ടാകുമെന്നാണ് എൻ.എസ്.എസും പറയുന്നത്. സർക്കാർ നീക്കത്തിനെതിരെ രംഗത്തെത്തിയ യു.ഡി.എഫിനെ കൂടി വെട്ടിലാക്കുന്നതാണ് സമുദായ സംഘടനകളുടെ ഈ നിലപാട്. യുവതീ പ്രവേശന വിവാദകാലത്തുണ്ടായ മുറിവുണക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന ആക്ഷേപം നിലനിൽക്കുന്നതിന് ഇടെയാണ് സമുദായ സംഘടനകൾ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. ആർ.എസ്.എസിനെയും സംഘപരിവാറിനെയും അകറ്റി നിർത്തിയുള്ള നീക്കത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം വളരെ വ്യക്തമാണ് താനും. വിശദമായി പരിശോധിക്കാം. അല്പസമയം മുമ്പാണ് എസ്.എൻ.ഡി.പിയും സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത്. എന്താണ് ഈ രാഷ്ട്രീയം? വിശദമായി പരിശോധിക്കാം. ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, നമുക്കറിയാം സർക്കാർ ശ്രമിക്കുന്നത് ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നത് ശബരിമലയ്ക്കൊപ്പം അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിവാദ കാലത്തുണ്ടായ ആ മുറിവുണക്കുക കൃത്യമായ ലക്ഷ്യമാണ്. അതിനൊരു ഇലക്ഷൻ സ്റ്റാറ്റിക്സ് കൂടിയുണ്ട്. എന്തായാലും അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു സർക്കാരിന് ആശ്വാസകരമായ അല്ലെങ്കിൽ സർക്കാർ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് പ്രധാനപ്പെട്ട സമുദായ സംഘടനകൾ, അതിൽ എൻ.എസ്.എസും എസ്.എൻ.ഡി.പിയും സർക്കാർ തൽക്കാലമെങ്കിലും വിശ്വാസമെടുത്ത് ഒപ്പം നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? എൻ.എസ്.എസ് അടക്കം ഇക്കാര്യത്തിൽ ഉപാധികളോടെയുള്ള ഒരു പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. സജിത്ത്, എസ്.എൻ.ഡി.പിയുടെ പിന്തുണ സ്വാഭാവികം എന്ന നിലയിൽ മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുള്ളൂ. കഴിഞ്ഞ കുറേ വിഷയങ്ങളിലായി എസ്.എൻ.ഡി.പി സർക്കാരിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളടക്കം വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സമീപ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ.എസ്.എസിന്റെ ഒരു പോര് അത് കഴിഞ്ഞ കുറേ കാലമായുള്ളതാണ്. യുവതീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട ഉയർന്ന ഒരു സംഭവമാണ്. ഇതിനിടയ്ക്ക് സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ അത് നടപ്പാക്കാൻ തീരുമാനിച്ച സമയത്ത് ഒരു അഭിനന്ദനം നൽകി എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നീടും അതിലെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എൻ.എസ്.എസ് സർക്കാരിനെതിരെ തന്നെയായിരുന്നു ഒരു പരിധിവരെ നിന്നിരുന്നത്. എന്തായാലും ശബരിമല വിഷയം എപ്പോഴെടുത്താലും അതിൽ സംസ്ഥാന സർക്കാരിനെ ആഞ്ഞടിച്ച് രംഗത്ത് വരുന്ന എൻ.എസ്.എസിനെയാണ് കണ്ടത്. അവിടെ ഉപാധികളുണ്ടെങ്കിലും ഭാഗികമാണെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതികരണം, എൻ.എസ്.എസിന്റെ പ്രതികരണം, അത് സർക്കാരിന് ചെറിയ നേട്ടമല്ല എന്ന് തന്നെ തീർത്തും പറയേണ്ടി വരും. കാരണം അത്രത്തോളം എതിർത്താണ് എൻ.എസ്.എസ് നിന്നത്. അതുകൊണ്ട് തന്നെ പാതി മനസ്സാണെങ്കിലും ഇത് രാഷ്ട്രീയമില്ലാതെ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമില്ലാതെ അവിടെ ശബരിമലയുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലത് എന്നാണ് ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടിയുള്ളത്, ഈ നാമജപ ഘോഷയാത്ര, ശബരിമല പ്രക്ഷോഭം എല്ലാം അതിൻ്റെ ഏറ്റവും ശക്തമായ നിലയിൽ വന്നത് സംഘപരിവാർ സംഘടനകൾ അതിശക്തമായി രംഗത്ത് വരുന്ന സമയത്ത് എൻ.എസ്.എസ് നൽകിയ പിന്തുണയായിരുന്നു. എൻ.എസ്.എസ് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ടും അതേപോലെ വേണമെങ്കിൽ ആർ.എസ്.എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചേർന്ന് പോലും ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് എത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ജി സുകുമാരൻ നായർ പ്രഖ്യാപിച്ചത്. അങ്ങനെ എൻ.എസ്.എസും ആർ.എസ്.എസും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളും ഏതാണ്ട് ശബരിമല വിഷയത്തിൽ ഒരേ നിലപാടാണ് എടുത്തിരുന്നത്. ഇവിടെ സംഘപരിവാർ സംഘടനകൾ അതിശക്തമായ നിലപാടെടുക്കുന്നു. സർക്കാരിന് രാഷ്ട്രീയമുണ്ടെന്ന് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു. അതിനിടെയാണ് എൻ.എസ്.എസ് സംഗീത് കുമാർ തന്നെ എൻ.എസ്.എസിനെ സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. സർക്കാർ നല്ലതാണ് ചെയ്യുന്നത്, പങ്കെടുക്കുമെന്ന് പറയുന്നു. പക്ഷെ പിന്നീട് വിളിച്ച സമയത്ത് അത് അയ്യപ്പ സേവാ സംഘത്തിന്റെ ഭാരവാഹി എന്ന നിലയിലായിരുന്നു സംഗീത് കുമാർ പങ്കെടുക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും ഇതിനെല്ലാം ഈ വിവാദങ്ങൾക്കൊടുവിലാണ് ജി സുകുമാരൻ നായർ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. അതിൽ തീർച്ചയായും നല്ലത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചില അപകടങ്ങളുമുണ്ട്. അത് രാഷ്ട്രീയ നേതൃത്വം ഇതിൽ പാടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഈ സമിതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സംഗമത്തിന് ശേഷം ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ നല്ലത് എന്നാണ് എൻ.എസ്.എസ് പറയുന്നത്. സംഗമത്തിന് ശേഷം ഉണ്ടാകാവുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, അവിടുത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങൾ എൻ.എസ്.എസ് എക്കാലത്തും ഉയർത്തിക്കാട്ടിയിരുന്നത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. സർക്കാരുമായിട്ടുള്ള പോരിന്റെ ഏറ്റവും അടിസ്ഥാനം അത് എന്നുള്ളതായിരുന്നു ജി സുകുമാരൻ നായർ പല ഘട്ടങ്ങളിലായി തുറന്നു പറയുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ വിഷയം അങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുന്നതല്ല. പമ്പയിലാണ് സംഗമം നടത്തുന്നത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ നിലപാട് എൻ.എസ്.എസ് ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ
അത് സംഘപരിവാർ സംഘടനകൾക്ക് മാത്രമല്ല. നോക്കൂ സജിത്ത്, 1-2 മാസം കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ പതിവായി NSS സമദൂരം ശരിദൂരം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു UDF അനുകൂല നിലപാട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ സെപ്റ്റംബറിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ പേരിൽ NSS സർക്കാരിനെ അനുകൂലിക്കുന്നു എന്നുള്ളത്. അത് ഒരുപക്ഷെ സംഘപരിവാറിനെക്കാട്ടിൽ കൂടുതൽ തിരിച്ചടി ഒരു പരിധിവരെ ചിന്തകളിൽ ഉണ്ടാകുക അത് UDF-നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്ത്, യെസ് ശ്രീജിത്ത്, അത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം. കാരണം പലപ്പോഴും നമ്മൾ യുവതീ പ്രവേശന സമയത്ത് പോലും കണ്ടതാണ്, കളത്തിലില്ലായിരുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ ലാഭം കൊയ്തു എന്നതാണ് പിന്നീട് നമ്മൾ കണ്ട രാഷ്ട്രീയ ചിത്രം. ഇവിടെ തുടക്കത്തിൽ തന്നെ സർക്കാരിനെ എതിർക്കാൻ, സർക്കാരിൻ്റെ നീക്കത്തെ എതിർത്തത് UDF ആണ്. UDF ഈ പരിപാടിയിൽ സഹകരിക്കില്ല എന്ന നിലപാട് അവർ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ NSS ഒക്കെ ഇത്തരമൊരു നിലപാട് എടുത്തതോടുകൂടി ഒരുപക്ഷേ UDF-നും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ അല്പം നിലപാട് മയപ്പെടുത്തേണ്ടി വരുമോ? കാരണം ഈ രാഷ്ട്രീയത്തിൽ, ഈ തർക്കത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ല എന്നതാണല്ലോ UDF-ന്റെ നിലവിലെ അവസ്ഥ. സജിത്ത്, ഇതിൽ UDF-നെ സംബന്ധിച്ച് നമുക്കറിയാം, സാധാരണ ഒരു ബലൂൺ ഊതി വെറുപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം ഫലത്തിൽ ഉണ്ടാക്കി രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. അത് UDF ആണെങ്കിലും സംഘപരിവാർ സംഘടനകളുടെ പ്രതികരണങ്ങളാണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചത് അത് തന്നെയാണ്. അതിൻ്റെ നന്നായി വീർത്തു വന്ന ശേഷം ഒരു സൂചി കൊണ്ട് കുത്തിപ്പൊട്ടിക്കുന്ന നിലയിലാണ് ഫലത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് വിശദീകരിക്കേണ്ടി വരും. ഈ ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ കാറ്റ് പോയിരിക്കുന്നു എന്ന് ഫലത്തിൽ ഇപ്പോഴെങ്കിലും പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ NSS-ന്റെ ഒക്കെ ഒരു നിലപാടനുസരിച്ച് ഒരു മയപ്പെടുന്ന നിലയിലേക്ക് എത്തിയേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കുക. കാരണം അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസികളുടെ സർക്കാർ അല്ല ഇത് ശബരിമല ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവിടെ യുവതികളെ കയറ്റാൻ ശ്രമിച്ച സർക്കാരാണിത്. അത്തരം ആക്ഷേപങ്ങളായിരിക്കും അവർ ഉയർത്തുക. അതേ ആക്ഷേപങ്ങൾ തന്നെയാണ് സംഘപരിവാർ സംഘടനകളും ചൂണ്ടിക്കാണിച്ചത്. അവർക്ക് രാഷ്ട്രീയ നേട്ടമാണ്, ശബരിമലയെ കൊയ്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നു. ഇതാ MK സ്റ്റാലിനെ പോലുള്ളവരെ പോയി കണ്ട് വിളിക്കുന്നത്, നിരീശ്വരവാദിയായ അദ്ദേഹത്തെ പോലുള്ളവരെ വിളിക്കുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫലത്തിൽ സംഘപരിവാർ സംഘടനകളും ഒപ്പം തന്നെ UDF-ഉം സമാനമായ രീതിയിൽ രാഷ്ട്രീയ തട്ടിപ്പാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്. മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ സംസ്ഥാന സർക്കാർ ശബരിമല വിശ്വാസികളോട് പെരുമാറിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും അവർ ശ്രമിക്കുക. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ അവരും രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ സർക്കാരിനോട് അനുകൂലിക്കാൻ സാധിക്കും എന്ന് നമുക്ക് കരുതാൻ വയ്യ. തീർച്ചയായും സംഘപരിവാർ അതിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. അവിടെ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് NSS-ന്റെ ഇപ്പോഴത്തെ നിലപാട് കൊണ്ട് പ്രതിസന്ധിയിലാകുന്നത് ഫലത്തിൽ അത് UDF-ന് കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഇപ്പം സംഘപരിവാർ സംഘടനകളൊക്കെ പ്രത്യേകിച്ച് BJP-യുടെ നിലപാട് തന്നെ നമുക്കെടുക്കാം. BJP രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞത് മുഖ്യമന്ത്രി വിശ്വാസികളോട് മാപ്പ് പറഞ്ഞ് ഈ പരിപാടി സംഘടിപ്പിക്കണം. കാരണം വിശ്വാസികളെ അവിടെ ആചാര ലംഘനം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. NSS ഇത്തരമൊരു നിലപാടൊന്നും എടുക്കാതെയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീജിത്ത്, ഇത് എത്ര നാൾ മുമ്പ് നടത്തിയ ആലോചനയാണ്? ഒരുപക്ഷെ ഈ ആലോചനയുടെ തുടക്കഘട്ടത്തിൽ തന്നെ അനൗദ്യോഗികമായ ചർച്ചകൾ NSS അടക്കമുള്ളവരുമായി നടത്തിയിട്ടുണ്ടാവണമല്ലോ. കാരണം സുകുമാരൻ നായരെ അടുത്തിടെ നമ്മൾ കണ്ടതാണ്, ചങ്ങനാശ്ശേരിയിൽ ചികിത്സയുള്ള സുകുമാരൻ നായരെ കോട്ടയത്തെത്തിയ മുഖ്യമന്ത്രി നേരിട്ട് പോയി സന്ദർശിക്കുന്ന കാര്യം. അപ്പോൾ മാത്രമാണ് ആ ചിത്രങ്ങൾ പോലും അദ്ദേഹം ചികിത്സയിലാണെന്ന് പോലും പുറത്ത് അറിയുന്നത് പോലും. അപ്പോൾ അത്തരമൊരു നയതന്ത്രം NSS-നെ ഒപ്പം നിർത്താൻ പിന്നണിയിൽ യഥാർത്ഥത്തിൽ CPM സർക്കാർ നടത്തി വന്നിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്നുകൂടി ഇല്ലേ ശ്രീജിത്ത് അതിന് പിന്നിൽ? സജിത്ത്, ആഗോള അയ്യപ്പ സംഘവും തീർച്ചയായും ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വശത്ത് ശബരിമലയുടെ വികസനം എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിൽ സർക്കാർ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരുകൾക്കും രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് അതിൽ അങ്ങനെ തന്നെ പറയേണ്ട കാര്യം. ശ്രീജിത്തിലേക്ക് വരാം. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, സർക്കാരിൻ്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തുറന്നെതിർക്കുകയാണ് പല സംഘപരിവാർ സംഘടനകളും. സർക്കാരിൻ്റെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമാണ്, മറ്റ് താല്പര്യങ്ങളാണെന്ന് പറയുന്നു. താങ്കളടക്കമുള്ളവർ വലിയ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാരിന് നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നത്? നല്ലൊരു കാര്യമായതുകൊണ്ട്. കാരണം ഈ അയ്യപ്പ ഭക്തന്മാരെ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കാൻ ആഗോളതലത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അതിലൂടെ കേരളത്തിലെ ചെറുതും വലുതുമായ പല ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. എന്ന് വെച്ചാൽ മാലയുണ്ടാക്കിയും തോർത്തുണ്ടാക്കിയും അങ്ങനെ ഉപജീവനം നിൽക്കുന്ന ഒരുപാട് പേർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകും. മാത്രമല്ല